ഓൾ ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഗാർഡിനർ, കൗ ബോയ്, ലിഫ്റ്റ് ബോയ്, റൂം ബോയ്, ലാബ് ക്ലീനർ, ദെൻ അതുപോലെ തന്നെ ആയ, അങ്ങനെ കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ തന്നെ സിലബസ് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഇതിന് 5 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് പൊതുവിജ്ഞാനവും കറണ്ട് അഫയേഴ്സും ആണ്. രണ്ടാമത് ജനറൽ സയൻസ് ആണ്. 3 മാത്സ്, 4 മലയാളം, 5 സ്പെഷ്യൽ ടോപ്പിക്. ഇത്രയാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് പൊതുവിജ്ഞാനവും ആനുകാലികവും എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഇതുപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ എക്സാമിന് തൊട്ട് മുമ്പ്, അപ്പൊ എക്സാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. നല്ല രീതിയിൽ എക്സാമിന് തയ്യാറാകാനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ്. സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട്. മെന്റർ സപ്പോർട്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിജ്ഞാനം ആനുകാലിക. അപ്പൊ ഇതിൽ ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. അത് അതിൽ നമ്മുടെ ദേശീയ, അന്തർദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര, സാങ്കേതിക, LD-യുടെ സിലബസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും കുറേ ഉണ്ട് കേട്ടോ. സഹകരണം ഇത് ശരിക്കും ആ LDCയുടെ അതേ സിലബസ് തന്നെയാണ്. അതിൽ നമുക്ക് കോമൺ ആയി വരുന്ന ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ആഗോളതാപനം, യൂറോപ്യന്മാരുടെ വരവ്, ആറ്റിങ്ങൽ കലാപം, പഴശ്ശിരാജ, ഐക്യ കേരള പ്രസ്ഥാനം, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ വലിയൊരു പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കിടക്കുന്നത്. ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ 2024 ഫുള്ള്, 2025 എക്സാം നടക്കുന്ന ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള ഭരണഘടന, ആമുഖം, മൗലിക അവകാശം, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ നിയമ പുസ്തകം, അടിസ്ഥാന തത്വം, അംഗരാജ്യങ്ങൾ, ഔദ്യോഗിക ഭാഷകൾ, പ്രധാന ഘടകങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇലക്ഷൻ, ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകള്, പ്രാചീന കേരളം, മധ്യകാല കേരളം, അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, അതുപോലെ യൂറോപ്യന്മാരുടെ വരവ്, ആറ്റിങ്ങൽ കലാപം, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, ഐക്യ കേരള പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതായത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് മരുന്നാണ്. ഇവരെയൊക്കെ ഒന്ന് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് അത്രയും ഭാഗങ്ങളാണ്. കുറച്ച് ഭയങ്കരമായിട്ട് വൈഡായി കിടപ്പുണ്ട്. ഇത്രയും ഭാഗങ്ങൾ സോർട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. പാർട്ട് 2 എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. അവിടേക്ക് വരുമ്പം അളവുകളും യൂണിറ്റുകളും, അടിസ്ഥാന അളവുകള്, അടിസ്ഥാന യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ വരുന്നുണ്ട്. ജഡത്വം, ആക്കം, വൈദ്യുതോർജം, വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, പ്രകാശഫലം, അതുപോലെ വൈദ്യുതോൽപാദനം, വിതരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിവിധ ഊർജ സ്രോതസ്സുകള്, സൗരോർജത്തിൽ നിന്നും വൈദ്യുതിയും താപോർജവും, ഹരിതോർജം, ബ്രൗൺ ഊർജം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. രസതന്ത്രം, കെമിസ്ട്രി, ലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, അലോഹ സംയുക്തങ്ങൾ, മൂലകങ്ങൾ, ജലം, ലായനി, ആസിഡ്, ബേസ്, ലവണം. പിന്നെ ബയോളജി, ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, ശോഷണവും സംരക്ഷണവും, പ്രകാശ സംശ്ലേഷണം, മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകള്, പോഷകാഹാരം, പോഷകാപര്യാപ്തത രോഗങ്ങള്, ജീവിതശൈലി രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ, ഇത്രേ ഉള്ളൂ. പിന്നെ മാത്സ് ആണെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധവും അനുപാതവും ഉണ്ട്. അതുപോലെ ശ്രേണികള്, ശതമാനം, പലിശ, ശരാശരി, ഭിന്നസംഖ്യ, ദശാംശസംഖ്യ, ലാഭവും നഷ്ടവും, ജാമതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, ദിശാബോധം, കലണ്ടറും തീയതിയും, അനുക്രമങ്ങള്, സാധ്യതകളുടെ ഗണിതം, അതായത് പ്രോബബിലിറ്റി, ഇത്രയും വരുന്നുണ്ട്. മലയാളമാണെങ്കിൽ വാക്യത്തിന്റെ അനുനയം, പുരുഷൻ, വിഭക്തി, കാലം, പ്രകാരം, വിശേഷണം, നിഷ്പാദനം, അങ്ങനെ നമ്മൾ LDCയുടെ അതേ സിലബസ്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും അത് തന്നെയാണ്. LDCയുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, പ്രത്യേകതകൾ, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്ര കലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ,
ഭക്തി പ്രസ്ഥാനമുണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർന്നിട്ട് സ്പെഷ്യൽ ടോപ്പിക്കും വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിലെ പല ഭാഗങ്ങളും LDCയുടെ സിലബസിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. കാരണം സിലബസ് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 7ാം ക്ലാസ് നിലവാരത്തിലുള്ളതാണ് പല പോസ്റ്റുകൾ ഇതിലുള്ളിലെങ്കിൽ പോലും സിലബസ് അത്യാവശ്യം നല്ല സിലബസ് ആണ്, നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള, അതായത് ഇംഗ്ലീഷ് മാത്സ് ഇംഗ്ലീഷ് ഇല്ല, മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ആദ്യം തന്നെ പഠിച്ചു തീർക്കുക. സയൻസും വലിയ കുഴപ്പമില്ല. ജികെയില് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്രയും ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. 2024 ഫുൾ കറണ്ട് അഫേഴ്സ്, 2025 നമ്മുടെ എക്സാമും ജൂലൈയിലാണ്. ജൂൺ മാസം വരെയുള്ള കറണ്ട് അഫേഴ്സും നോക്കുക. ഇനി നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഷോസിൽ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.